കൊല്ലം കൊട്ടിയത്ത് യുവാവിന് ദുരൂഹ സാഹചര്യത്തിൽ തീപ്പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തി. ഉമയനല്ലൂർ മാടച്ചിറ സ്വദേശി റിയാസിനെയാണ് പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. റിയാസിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അരുൺരാജ് കൊല്ലത്തും ചേരുന്നു. അരുൺരാജ്, ഈ ദുരൂഹത ഉയരാനിടയായ സാഹചര്യം എന്താണ്? ഇപ്പോൾ ആരോഗ്യനില എങ്ങനെയുണ്ട്? സുഹേൽ, ഇന്ന് 8:30 ഉമയനല്ലൂർ മാടച്ചിറ വയലിന് സമീപം വെച്ച് ഈ റിയാസിനെ തീപ്പൊള്ളലേറ്റ നിലയിൽ നാട്ടുകാർ കണ്ടെത്തുന്നത്. തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് സമീപത്ത് നിന്ന് ഒരു ഓട്ടോയും ഈ തീ പിടിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇതേക്കുറിച്ച് നാട്ടുകാർ പറയുന്നത് റിയാസിന് ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് റിയാസ് ആ നാട്ടിലെ ചിലരുമായി പ്രശ്നങ്ങൾ ഉടലെടുത്തതിനെ തുടർന്ന് നാട് വിട്ടുപോയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് റിയാസ് തിരിച്ച് നാട്ടിലേക്ക് എത്തിയത്. ഇതിനുശേഷം ഇപ്പോൾ വീട്ടിലേക്ക് വരുന്നതിന് വഴിയിലിടയിലാണ് റിയാസിനെ തീപ്പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. ഇത് ഒരു ദുരൂഹത ഉയർന്നു എന്നുള്ളതാണ് പോലീസും പ്രാഥമികമായി സംശയിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ റിയാസിനെ ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ റിയാസ് സ്വയം ആത്മഹത്യക്ക് ശ്രമിച്ചതാണോ അതോ മറ്റാരെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിച്ചതാണോ എന്ന് കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഓട്ടോയ്ക്ക് തീപിടിക്കേണ്ട സാഹചര്യം എന്താണ്? റിയാസ് പെട്ടെന്ന് ഈ ഭാഗത്ത് വെച്ച് ഈ വഴിയിൽ സാധാരണ ജനങ്ങൾ കടന്നു പോകുന്ന വഴിയാണ്. ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമം ആ വഴിയിൽ വെച്ച് നടത്താൻ സാധ്യതയില്ല എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റിയാസിനെ അപായപ്പെടുത്താൻ മറ്റാരെങ്കിലും ശ്രമിച്ചതാണോ എന്ന കാര്യത്തിലാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ തുടരുന്നത്. ശരി, ആരെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിച്ചോ? ആത്മഹത്യാ ശ്രമമായിരുന്നു? ഒരു ദുരൂഹത അല്ലെങ്കിൽ അതിലൊരു നിഗൂഢത ഒളിഞ്ഞു കിടപ്പുണ്ട്. അരുൺരാജാണ് വാർത്തയുടെ വിശദാംശം നൽകിയത്.